ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി രാഘവൻ നായരെയും കൂട്ടാൻ വേണ്ടി പോകണം. അങ്ങനെ കൂട്ടി രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കുട്ടികളാണെങ്കിൽ ഗുണ്ടകളുമായിട്ട് പൊരുതി നിൽക്കുകയാണ്. എങ്ങനെയും അവിടുന്ന് കുറേ പ്രാവശ്യം അവർ ഇറങ്ങി ഓടുന്നൊക്കെയുണ്ട്. പക്ഷെ ഗുണ്ടകൾ പുറകെ ചെന്ന് വീണ്ടും അവരെ പിടിച്ചുകൊണ്ട് അവിടെ പൂട്ടിയിടുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പിമോളാണെങ്കിൽ പറയുന്നുണ്ട്, വിഷ്ണു അച്ഛൻ വരുമോ സത്യം ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറയുന്നത് ഉറപ്പായിട്ടും അച്ഛൻ വരും, നമുക്ക് നമ്മളെ തല്ലിയവരെ അച്ഛൻ. അപ്പോൾ പപ്പി പറയുന്നുണ്ട്, നമ്മളെ തല്ലിയവരുടെ കൈ രണ്ടും ഓടിക്കണം എന്ന് പറയാണ്. നമുക്ക് വിശ്വസിനോട് പറയാം എന്ന് പറയാണ്. അങ്ങനെ കുട്ടികൾ കാത്തിരിക്കുകയാണ് അച്ഛന് വേണ്ടി. അവർക്ക് ഉറപ്പുണ്ട് വിഷ്ണു എന്തായാലും അവിടെ എത്തും. വിഷ്ണു ആണെങ്കിൽ ഓട്ടോക്കാരും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാലിനിയുടെ മൂവെന്ന് വെച്ചാൽ രാഘവൻ നായരുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം എഴുതുക തന്നെയാണ്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ നമ്മുടെ സുസ്മിതയും ഉപേന്ദ്രനും വന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തും വരികയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രബോസ് സുസ്മിതനെ വിളിച്ചിട്ട് പറയും, അവിടുത്തെ രജിസ്റ്റർ ഓഫീസ് കുറച്ച് കണിശക്കാരനാണ്, നമ്മൾ പറയുന്നൊന്ന് കേൾക്കുക. പക്ഷേ പിയൂണ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവനാണ്, അയാളെല്ലാം ചെയ്തോളെന്ന് പറയണം. അപ്പോൾ പിയൂണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, രജിസ്റ്റർ ഓഫീസ് എല്ലാം നോക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, അതുകൊണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്ന ആരുടെ പേരിലേക്ക് എഴുതേണ്ടത്? അപ്പോൾ ഉപേന്ദ്രൻ പറയും എൻ്റെ പേരിലേക്കാന്ന് പറയും. അപ്പോൾ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ചോദിക്കും, രോഹിത്താണല്ലേ എന്ന് ചോദിക്കാതെ, നീയാണോ എഴുതി കൊടുക്കുന്ന ആളെന്ന് ചോദിക്കാതെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ രോഹിത്തിനെ അകത്തേക്ക് കൊണ്ടുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സുസ്മിത വിചാരിക്കുന്നുണ്ട്, ഇതുവരെ ശാലിനി എത്തിയില്ലല്ലോ, എന്തുകൊണ്ടാണ് എത്താത്തതെന്ന്. പക്ഷേ അവർക്ക് മുന്നേ തന്നെ ശാലിനിയും രാഘവൻ നായരും അകത്തെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഉപേന്ദ്രനും സുസ്മിതയും ലാസ്റ്റാണ് അറിയുന്നത്. അങ്ങനെ അകത്ത് നമ്മുടെ രോഹിത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നമ്മുടെ ശ്യാമ, നമ്മുടെ ശാലിനി, അതുപോലെ രാഘവൻ നായർ, അങ്ങനെ രാഘവൻ നായരുടെ പേരിലേക്ക് നമ്മുടെ രോഹിത് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ എല്ലാം എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ഉപേന്ദ്രനും സുസ്മിതയ്ക്ക് അടി കിട്ടിയ പോലെ ആകുന്നത്. കാരണം അവർ പറ്റിക്കപ്പെട്ടു, അല്ലെ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ രാഘവൻ നായരാണെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ട പോലെ, ഇത് ഞാൻ എവിടെ വന്നത്, മരിച്ചെടുത്താണോ വന്നത്, ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ ഭ്രാന്തമായി പറയുകയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ശാലിനിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. ശാലിനിക്ക് എന്തായാലും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷ്ണു രക്ഷിക്കുമെന്നുള്ളത്. അതിനു മുമ്പ് ഇത് ശരിയാക്കണം എന്നുള്ളത് ശാലിനിയുടെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ സുസ്മിത പറയുന്നു, നീ കൂടുതൽ ഇതൊന്നും ചെയ്യണ്ട, നിന്റെ പട്ടട വയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തും എന്നുള്ള രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ ശാലിനി അതൊന്നും വകവയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു കുഞ്ഞുങ്ങളുടെ അടുത്തെത്തി ഗുണ്ടകളെയൊക്കെ തല്ലി ശരിയാക്കി കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.